ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് സഹായമില്ലാതെ നമുക്ക് ഒരു പ്രൊഡക്റ്റ്, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ അതെങ്ങനെയാണ് വിൽക്കുക, ഐ മീൻ ഏത് പ്ലാറ്റ്ഫോം വഴി എങ്ങനെയൊക്കെ നമുക്ക് സെല്ല് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ കയ്യിൽ ആകെ 2-3 പ്രോഡക്റ്റ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക, അത് വേൾഡ് വൈഡ് സെല്ല് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലാണ്. ബട്ട് നമ്മുടെ കയ്യിൽ അധികം ക്വാണ്ടിറ്റി ഇല്ല, പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ഒരു ചെറിയ ഓഡിയൻസിനെ മാത്രമായിരിക്കണം ടാർഗറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഹ്യൂജ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം പോലെ നമുക്ക് എങ്ങനെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട്. സോ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് കേട്ട് കാണും, ഓർ ഒട്ടുമിക്ക പേര് യൂസ് ചെയ്യുന്നതായിരിക്കും. സോ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ വാട്സപ്പ് അക്കൗണ്ടിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട്. സോ ആ പ്ലാറ്റ്ഫോമിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആക്കുക എന്നും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ വാട്സപ്പ് വെബ് ഓപ്പൺ ചെയ്യുക. സോ ഇത് നിങ്ങൾക്ക് ഫോണിൽ തന്നെ ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയി എന്ന് പറഞ്ഞു വെച്ചാൽ വാട്സപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. റെഗുലർ വാട്സപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ നോർമൽ വാട്സപ്പ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും, ബട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. സോ വാട്സപ്പ് വെബ് വഴിയാണ് ഞാൻ ഇപ്പോൾ കാട്ടാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ബിസിനസ് വാട്സപ്പ് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യണം, റൈറ്റ്? ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്ന് ഓഡിയൻസിനെ അറിയിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യണം. സോ ബിസിനസ് വാട്സപ്പിൽ എങ്ങനെയാണ് ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഒരു ബിസിനസ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമ്മൾ എടുക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ആ പ്ലാറ്റ്ഫോമിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഐ മീൻ ഗ്രാഫിക്സിലായാലും എഡിറ്റിംഗ് ചെയ്ത അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സോ ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മേ ബി ഒരു കസ്റ്റമർ നമ്മുടെ കാറ്റലോഗ് ബിസിനസ് വാട്സപ്പിൽ നമ്മുടെ കാറ്റലോഗ് റീച്ച് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ അവർ നമ്മുടെ കാറ്റലോഗിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഓർ ഫ്യൂച്ചറിൽ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ വാട്സപ്പ് ബിസിനസ്സിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, എങ്ങനെ കസ്റ്റമറിനെ വാട്സപ്പ് കാറ്റലോഗിലേക്ക് എത്തിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഇവിടെ 3 ഡോട്ട് കാണാൻ പറ്റും നമുക്ക്. ലെഫ്റ്റ് സൈഡായിട്ട് നമ്മുടെ പ്രൊഫൈലിൻ്റെ സൈഡായിട്ട് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ഐ മീൻ റൈറ്റ് സൈഡായിട്ട്, മൊബൈൽ സ്ക്രീനിലാണെന്ന് പറഞ്ഞു വെച്ചാൽ റൈറ്റ് സൈഡായിട്ട് 3 ഡോട്ട് കാണാൻ പറ്റും. സോ സെറ്റിങ്ങിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട്. സോ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. നോർമൽ വാട്സപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. സോ കാറ്റലോഗിൽ ഇവിടെ നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൊക്കെ പോയി എന്ന് പറഞ്ഞു വെച്ചാൽ കാണുന്ന കാർട്ടാണ് അവിടെ കാണുന്നത്. സോ ആ കാർട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സെയിൽ പേജ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാം. സോ കാർട്ട് വഴി നമുക്ക് പ്രൊഡക്റ്റ് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ഡയറക്റ്റ് കമ്പനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. സോ അതും ഞാൻ ഈ വീഡിയോയിൽ കാട്ടാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് കാറ്റലോഗിലോട്ട് ആഡ് ചെയ്യാം എന്നാണ്. ഇത് ഒരു പ്രൊഡക്റ്റായിട്ട് ആഡ് ചെയ്യാം, ഓർ ഒരു കളക്ഷനായിട്ട് ആഡ് ചെയ്യാം. വീട്ടിലൊക്കെ ഇരുന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ കാറ്റലോഗിൽ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു ബിസിനസ് വാട്സപ്പിനെ എങ്ങനെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു ന്യൂ ഐറ്റം എങ്ങനെയാണ് കാറ്റലോഗിലേക്ക് ആഡ് ചെയ്യണത് എന്നാണ്. ഫസ്റ്റ് ഇവിടെ നമ്മൾ കാറ്റലോഗ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും ആഡ് ന്യൂ ഐറ്റം. സോ ആ ആഡ് ന്യൂ ഐറ്റമിൽ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ വരും, ലൈക്ക് പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിൻ്റെ നെയിം, പ്രൈസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ എക്സ്റ്റേണൽ ലിങ്ക്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എക്സ്റ്റേണൽ ലിങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് മുടക്കി ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ലൈക്ക് ഒരു വെബ്സൈറ്റ് ആയാലും, വെബ്സൈറ്റ് കമ്പാരിറ്റീവ്ലി ഭയങ്കര ചീപ്പാണ്. സോ ആ വെബ്സൈറ്റിലോട്ട് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തു.
കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ആഡ് ചെയ്യേണ്ട അവിടെ നമുക്ക് കൊടുക്കാം. സോ കസ്റ്റമേഴ്സ് വന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആകും. ആ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. സോ ഇവിടെ കമ്പാരിറ്റീവ്ലി ചെറിയ രീതിയിലുള്ള ഒരു ഐഡിയ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ബട്ട് എഫക്റ്റീവ് ആണ്. സോ നമുക്ക് നേരെ കാര്യത്തിലോട്ട് വരാം. സോ എങ്ങനെയാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ആഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോഡക്റ്റ് വേണമാണ്. സോ ആ ഒരു പ്രോഡക്റ്റിന് എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് ആയാലും ആ പ്രോഡക്റ്റിൻ്റെ ഇമേജ് ആയാലും, വെറുതെ ഒരു ഫോട്ടോ എടുത്ത് ഇടുന്നതിനേക്കാളും ബെറ്റർ എഡിറ്റ് ചെയ്ത് ഒരു ഡിസൈനറിനെ കോൺടാക്ട് ചെയ്ത് ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് സാമ്പിൾ കാട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഈ ഫസ്റ്റ് ഇമേജാണ് സാമ്പിളിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക, ദെൻ ഓപ്പൺ ചെയ്യുക. സോ യെസ്, ആ ഇമേജ് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഒരു പ്രോഡക്റ്റിന് ഒരു ഇമേജ് മാത്രമല്ല, ഡിഫറെൻറ്റ് ഇമേജും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഇ-കൊമേഴ്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു ഷർട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഷർട്ടിൽ ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ട്. സോ ആ പ്രോഡക്റ്റ് എന്താണെന്ന് കസ്റ്റമേഴ്സിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ കാറ്റലോഗിലും, അതായത് വാട്സപ്പ് ബിസിനസ്സിലെ കാറ്റലോഗിലും നമുക്ക് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. അതിന് വീണ്ടും ആഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു 3 ഇമേജ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചാൽ അതെല്ലാം സെലക്ട് ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ പ്രോഡക്റ്റ് ഇമേജ് മൊത്തമായി. സോ ഇതിന് നമ്മളൊരു നെയിം കൊടുക്കണം. സോ ഇവിടെ നമ്മൾ ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലോഗോ ഡിസൈനിങ് എന്ന് മാത്രം കൊടുക്കാം. സോ ലോഗോ ഡിസൈനിങ്, ഇവിടെ പ്രൈസ് നമ്മൾ എത്രയാണോ നമ്മൾ പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുന്ന പ്രൈസ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. 500 rupees ആഡ് ചെയ്തിരിക്കുകയാണ് പ്രൈസ്. സോ ഈ കാറ്റലോഗ് വിസിറ്റ് ചെയ്യുന്ന ആൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് കാണാൻ പറ്റും. സോ അതിൻ്റെ നെയിം കാണാൻ പറ്റും ആൻഡ് പ്രൈസും കാണാൻ പറ്റും. സോ ഇനി അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ്. സോ മാക്സിമം ആ കാറ്റലോഗിനെ എത്രമാത്രം എൻഹാൻസ് ചെയ്യണോ അതെല്ലാം ചെയ്യുക. സോ അതുപോലെ നമുക്കിവിടെ ലിങ്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ പ്രോഡക്റ്റും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് കോഡ് നമ്മൾ ഉണ്ടാക്കാവുന്നതാണ്, ഓർ ഐറ്റം കോഡ്. സോ അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും, ഓപ്ഷനിലാണ്. പിന്നെ ഈ കൺട്രി ഓഫ് ഒറിജിൻ അത് എന്തായാലും ആഡ് ചെയ്യണം. നമ്മുടെ ഇവിടെ ഇന്ത്യയാണ്. സോ ഈ പ്രോഡക്റ്റിന് അങ്ങനെ ഒരു കാറ്റഗറി വേണ്ട എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കിവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സർവീസിൻ്റെ കാറ്റലോഗാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് വെക്കാവുന്നതാണ്, നോ ഇഷ്യൂ. ആൻഡ് ഫൈനലി നമ്മൾ സേവ് ചെയ്യണം. നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു. സോ ഇത് നമ്മുടെ കാറ്റലോഗിൽ കാണണോ വേണ്ടയോ എന്നും കൂടിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ അതിന് ഏറ്റവും താഴെയായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൈഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട്. സോ ഇത് എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് സേവ് ആകും, ബട്ട് കസ്റ്റമേഴ്സിന് കാണാൻ പറ്റില്ല. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, ബട്ട് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് അവൈലബിൾ അല്ല. സോ നമുക്ക് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഹൈഡ് ഐറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുത്തു എന്ന് പറഞ്ഞു വെച്ചാൽ ആ പ്രോഡക്റ്റ് കാറ്റലോഗിൽ നിന്ന് റിമൂവ് ആകും. സോ ഒരിക്കലും ഡിലീറ്റ് ആവില്ല, റിമൂവ് ആകും. സോ നമുക്ക് സ്റ്റോക്ക് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ കറൻ്റ്ലി ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോ ഹൈഡ് ഐറ്റം ഡിസേബിൾ ചെയ്യുക. ഓവറോൾ പ്രോഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ റൈറ്റ് കോർണറായിട്ട് ആഡ് ടു കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും ഏറ്റവും ടോപ്പിലായിട്ട്. സോ അത് ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കാറ്റലോഗ് ലൈവ് ആവും. യെസ്, ഇത് നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ കാണാൻ പറ്റും ലോഗോ ഡിസൈനിങ് 500 rupees. അത് ഇപ്പോൾ കറൻ്റ്ലി ഒരു ക്ലോക്കിൻ്റെ പിക്ചർ കാണാൻ പറ്റും. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഇത് ആക്ച്വലി വെരിഫൈ ചെയ്യണം. സോ വെരിഫൈഡ് ആയി എന്ന് പറഞ്ഞാൽ മാത്രമേ കസ്റ്റമേഴ്സിന് കാണാൻ പറ്റുള്ളൂ. ഐ മീൻ ഈ പ്രോഡക്റ്റ് ഓർ സർവീസ് റിവ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് അപ്രൂവ് ആയി എന്ന് പറഞ്ഞു വെച്ചാൽ കസ്റ്റമേഴ്സിന് കാണാം, അവർക്ക് ഡയറക്റ്റ് കാറ്റലോഗ് വഴി നമുക്ക് സെയിൽ നടത്താം. സോ ഇങ്ങനെയാണ് വാട്സപ്പ് ബിസിനസ്സിൽ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു ഓൾറെഡി ആഡ് ചെയ്ത ഒരു കാറ്റലോഗ് ഞാൻ കാട്ടിത്തരാം. വീഡിയോ മാർക്കറ്റിങ്ങിൻ്റെ സർവീസാണ്. വെറുതെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്താൽ മാത്രം പോരല്ലോ, ആ കാറ്റലോഗ് മറ്റുള്ളവരിലേക്ക് എത്തിയാൽ മാത്രമേ സെയിൽ നടക്കുകയുള്ളൂ. സോ ഒരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗിലോട്ട് എങ്ങനെ കസ്റ്റമേഴ്സിനെ എത്തിക്കാം എന്നും കൂടി അറിയണം, റൈറ്റ്? സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാറ്റലോഗിലോട്ട് എങ്ങനെ കസ്റ്റമേഴ്സിനെ എത്തിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. യെസ്,
ഇപ്പോൾ കറൻ്റ്ലി ഞാനൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആവും. ദെൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ്സിലോട്ട് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഓർ അവർക്ക് ആഡ് ടു കാർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു എന്ന് പറഞ്ഞു വെച്ചാൽ അവരുടെ കാർട്ട് ഐക്കണിൽ അത് പോയി നിൽക്കും. ആൻഡ് ഒരു ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. സോ കാർട്ടിൽ നമ്മളിപ്പോൾ ആഡ് ടു കാർട്ട് എന്ന് കൊടുക്കുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ കാർട്ടിൽ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്ത്. സോ മേ ബി ഈ പ്രോഡക്റ്റ് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ഓർഡർ ചെയ്യണം, ഒരു 5 ടൈംസ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞ ഐക്കൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ പ്രോഡക്റ്റ് കൂടുന്നത് കാണാൻ പറ്റും. സോ ആ കാർട്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കാർട്ടിൽ ഇപ്പോൾ വീഡിയോ മാർക്കറ്റിങ്ങിൻ്റെ 2 പ്രോഡക്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ സെൻഡ് ടു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചാൽ അത് ഡയറക്റ്റ് ഈ ബിസിനസ്സിലോട്ട് പോകും. സോ നമുക്ക് നോക്കാം. സെൻഡ് ടു ബിസിനസ് എന്ന് ക്ലിക്ക് ചെയ്തു. യെസ്, ഇത് 2 items ആ ബിസിനസ്സിലോട്ട് പോയി. ഇവിടെ നമുക്ക് ഷിപ്പിങ്ങിൻ്റെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓർ ഓൺലൈൻ വഴി നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. സോ അതിനൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കിയിട്ട് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യണമെന്നൊന്നും ആവശ്യമില്ല. സോ സിമ്പിളായിട്ട് വാട്സപ്പ് ബിസിനസ് വഴി തന്നെ നമുക്കൊരു കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് ആഡ് ചെയ്തിട്ട് അത് മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സിനെ എത്തിക്കാനും നമുക്ക് സാധിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സോ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഒരു സ്മോൾ സ്കെയിലിൽ ഇങ്ങനെ ചെറിയ രീതിയിൽ പ്രോഡക്റ്റൊക്കെ സെല്ല് ചെയ്യുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഓർ ഫ്യൂച്ചറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ. യു ആർ വാച്ചിങ് ടെക് കെയർ. ബൈ ബൈ.